നമുക്കൊരു ഹോൾ ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കാം. ഇത് അവനില്ലാണ്ടാണ് ഞാൻ ഈ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുന്നത്. ഇത് വളരെ സിമ്പിളായ റെസിപ്പിയാണ്. എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിനാവശ്യമായ എന്താണെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു ഹോൾ ചിക്കനാണ്. 1/200 ഉള്ളൊരു ചിക്കൻ, ഒരു മീഡിയം സൈസ്. നമ്മൾ ചിക്കൻ ആദ്യം നമ്മൾ ഒരു ഫോർക്ക് കൊണ്ട് നല്ലോണം ഇങ്ങനെ കുത്തി കൊടുക്കണം. കാരണം ഇതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് മസാല ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് ചിക്കൻ്റെ മുകളിൽ പരട്ടേണ്ട മസാല ഉണ്ടാക്കാം. അതിന് 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ നാരങ്ങ നീരും ഒഴിച്ചിട്ട് ഒരു പേസ്റ്റ് ഉണ്ടാക്കാം. ഈ മിക്സ് കുറച്ച് കട്ടിയായിട്ടാണുള്ളത്. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ചുകൂടി വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അധികം വെള്ളം പോലെ ആയിപ്പോവരുത്, അധികം കട്ടിയും ആയിപ്പോരുത്. ഇനി നമുക്ക് ഈ മിക്സ് ചിക്കൻ മേലെ പുരട്ടി വെക്കാം. അപ്പം നമ്മൾ ചിക്കൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊരു മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. എന്നിട്ട് 1 മണിക്കൂർ കഴിഞ്ഞെടുത്തിട്ട് നമുക്കിത് റോസ്റ്റ് ചെയ്യാനുള്ളത് നോക്കാം. അപ്പോൾ 1 മണിക്കൂറായിട്ടുണ്ട്. നമ്മൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട്, മാരിനേറ്റ് ചെയ്ത് വെച്ചത്. ഇനി നമുക്ക് ഈ റോസ്റ്റ് ഉണ്ടാക്കാൻ ആവശ്യമായ മറ്റു സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2.5 വെല്ലുള്ളി, 5 വെളുത്തുള്ളി, ഒരു 1/2 ഇഞ്ച് ഇഞ്ചി ചതച്ചത്, 4 പച്ചമുളക്, 2 തക്കാളി, ഒരു കോഴിമുട്ട, ഒരു പിടി കറിവേപ്പില, ഒരു പിടി മല്ലിയില, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ ഓയിൽ. പാന് ചൂടായി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് പിന്നെ നമ്മൾ ഉള്ളി ചേർക്കും. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. എന്നിട്ട് ഇത് നന്നായി വഴറ്റിയെടുക്കും. അപ്പം നമ്മൾ ഉള്ളി ഒരുവിധം വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് പച്ചമുളകും ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് ഒന്നും കൂടി നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ വഴറ്റും. ഇനി നമ്മൾ തക്കാളി, എന്നിട്ട് ഈ തക്കാളി ഉടയുന്ന വരെ നന്നായി വഴറ്റിയെടുക്കും. അപ്പോൾ ഈ തക്കാളി ഉടയുന്ന വരെ നമുക്ക് അടച്ചു വെക്കാം. ഇനി നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മൾ തക്കാളി എല്ലാം ഉടഞ്ഞിട്ടുണ്ട് നന്നായിട്ട്. ഇനി നമുക്ക് മസാല എല്ലാം ആഡ് ചെയ്യാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല. ഇവ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിക്കാം. എന്നിട്ട് എല്ലാം നന്നായി ഒന്ന് മിക്സ് ആക്കാൻ. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഫില്ലിങ്ങിനുള്ള മസാല റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്ങിൻ്റെ അകത്ത് നിന്ന് പകുതി എടുത്തിട്ട് നമ്മൾ കോഴീൻ്റെ ഉള്ളിൽ നിറയ്ക്കണം.
അതിൻ്റെ ഉള്ളൊരു കോഴിമുട്ടയും വെച്ചിട്ട് നമുക്ക് ആ ഫില്ലിങ് കോഴീൻ്റെ ഉള്ളിലേക്ക് നിറക്കുന്നത് നോക്കാം. അപ്പോൾ ഫില്ലിങ് കോഴീൻ്റെ ഉള്ളിലേക്ക് നിറക്കാം. എന്നിട്ട് കോഴിമുട്ട വെക്കുക. ബാക്കിയുള്ള ഫില്ലിങ് നിറയ്ക്കുക. അതിനുശേഷം ഇത് തുറന്നു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കാല് നല്ല സെക്യൂർഡായിട്ട് നമുക്ക് കെട്ടിക്കൊടുക്കാം. നമ്മളിപ്പോൾ പകുതി ഫില്ലിങ്ങാണ് കോഴീൻ്റെ ഉള്ളിൽ നിറച്ചിട്ടുള്ളത്. ഇനി ഈ കോഴീനെ ഈ മസാലയിൽ വെച്ചിട്ട് അരമണിക്കൂർ വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ കോഴീനെ ഈ മസാലയിലേക്ക് വെക്കുക. എന്നിട്ട് 1/4 കപ്പ് വെള്ളവും നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അപ്പം നമ്മൾ അടച്ച് വെച്ചിട്ട് വേവിക്കുക. മീഡിയം ഫ്ലെയിമിലാണ് വേവിക്കേണ്ടത്. ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. ഇടയ്ക്ക് നമ്മളൊന്ന് തുറന്ന് നോക്കണം വെള്ളം വറ്റിപ്പോകുന്നുണ്ടോ എന്നുള്ളത്. നമ്മൾ ഇളക്കി നോക്കണം. വെള്ളം കുറവാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. കോഴിയുടെ വേവിനനുസരിച്ചാണ് നമ്മൾ വെള്ളം ഒഴിക്കേണ്ടത്. അപ്പോൾ കുറച്ചും കൂടി ഒരു 1/4 കപ്പും കൂടി വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഭയങ്കര ഡ്രൈ ആയിട്ടാണുള്ളത്, അല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോകും. എന്നിട്ട് വീണ്ടും നമ്മൾ അടച്ചു വെക്കും. അപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്നിട്ട് ഈ ചിക്കനെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് ഇനി ഒരു 15 മിനിറ്റ് കൂടി വേവിക്കും. ഇടയ്ക്ക് നമ്മൾ വെള്ളം ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. സൈഡിലൊക്കെ നല്ല ഗ്രേവി എല്ലാം കാണുന്നുണ്ട്. ഇതിലാവശ്യത്തിന് ഇപ്പോൾ വെള്ളമെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് സമയം കൂടി അടച്ചു വെച്ച് വേവിക്കാം. നമുക്ക് ഒന്നും കൂടി ചിക്കൻ മറച്ചിട്ടിട്ട് നോക്കാം. ഇനി ഈ ഗ്രേവിയൊക്കെ വറ്റി നല്ല ഡ്രൈ ആകുന്ന വരെ നമ്മൾ ഇത് വേവിച്ചെടുക്കണം. അതിൻ്റെ ഇടയിൽ കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പം ഞാൻ മസാലയെല്ലാം നല്ലോണം കോഴിയുടെ മേലെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് അടച്ചു വെച്ചിട്ട് ഈ ഗ്രേവി എല്ലാം ഡ്രൈ ആകുന്ന വരെ നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മൾ ഗ്രേവി എല്ലാം ഒരുവിധം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഇത് ഏകദേശം ഇപ്പം 40 മിനിറ്റ് ആയിട്ടുണ്ട് ചിക്കൻ. അപ്പോൾ നമ്മളെടുക്കുന്ന ചിക്കൻ്റെ വേവ് പോലെയാണ് നമ്മൾ ഇതിൻ്റെ ടൈം അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഇനി ഇതിപ്പോൾ ഒരുവിധം ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ചേർക്കാം.
1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കും. ഇത് നന്നായി ഡ്രൈ ആയിട്ടുണ്ട്. ഒരു 30 സെക്കൻഡും കൂടി ഇത് അടച്ച് വെച്ച് ഇതിൻ്റെ ഈ മല്ലിയിലേൻ്റെയും കറിവേപ്പിലേൻ്റെയും ഒക്കെ മണം ഈ ചിക്കനിൽ പിടിക്കുന്നത് വരെ അടച്ചു വെക്കാം. ഈ ചിക്കൻ വളരെ ഓയിൽ കുറച്ചുണ്ടാക്കുന്നതുകൊണ്ട് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതാണ്. ഇതിപ്പോൾ 30 സെക്കൻഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം, എന്നിട്ട് പ്ലേറ്റ് ചെയ്യാം.